dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലല്ലോ. സോറി, ഭയങ്കര വലിയ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. എനിക്ക് ഒരു ക്രേവിങ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആകുന്ന ടൈമിലൊന്നും എനിക്ക് ക്രേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും കഴിക്കണമെന്ന് തോന്നുന്നില്ലായിരുന്നു. ആഫ്റ്റർ ഡെലിവറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. സ്വീറ്റ്സിനോട്, സ്പൈസിനെസ്സിനോട്, അങ്ങനെ എനിക്ക് എന്തെന്നില്ലാത്ത ക്രേവിങ്സ് ആണ്. ബിരിയാണി ഇതൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്. സത്യത്തിൽ പ്രഗ്നൻ്റ് ആകുന്ന ടൈമിൽ എന്താണ് എനിക്ക് ക്രേവിങ്സ് ഇല്ലാതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ട് കേട്ടോ. ഇന്ന് പക്ഷേ ക്രേവിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ വിചാരിച്ചൊരു മുട്ട ഉണ്ടാക്കാം. അത് വീട്ടിലാരുമില്ല. ചേച്ചി, അതായത് എൻ്റെ നാത്തൂൻ, എൻ്റെ ബ്രദറിൻ്റെ വൈഫും പിള്ളേരും, ചേട്ടനങ്ങ് ദുബായിൽ പോയല്ലോ. സോ അവരവരുടെ വീട്ടിൽ പോയി. ഇപ്പം ഇവിടെ ഇന്ന് ഞാനുണ്ട്, അമ്മാമ്മയുണ്ട്. സാധാരണ ദേവി കാണാറില്ല ഈ ഒരു ടൈമിലൊക്കെ. അവൾ പഠിക്കാൻ പോകും, രാവിലെ പഠിക്കാൻ പോകും, PSCക്ക് പോകും കേട്ടോ. പോയിട്ട് രാത്രിയിലാണ് വരാറുള്ളത്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേറ്റീവിൻ്റെ മാരേജ് ഉണ്ട്. ഞാൻ പോകണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേബീനെ എന്താണ് റിവീൽ ചെയ്യാത്തത്, കാണിക്കാത്ത എന്താണെന്നൊക്കെ കുറേ കമൻറ്റ്സ് വരാറുണ്ട്. ആക്ച്വലി എനിക്ക് ഫോട്ടോഷൂട്ട് അങ്ങനെയൊന്നും ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല. പിന്നെ നൂലുകെട്ട് കഴിഞ്ഞില്ല. കാശിയുടെ അതാണ്, കാശിയുടെ 28 നൂല് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഗോപു നാട്ടിലില്ലാത്തതുകൊണ്ടിട്ടാണ് ഈ 28 വെയിറ്റ് ചെയ്ത് ഞാൻ 56 ആ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നൂല് കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു കേട്ടോ. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞോട് ഡോക്ടർ 2 ആഴ്ച മുന്നേ എന്നോട് പറഞ്ഞിട്ടും ഗോകു വരാത്തതുകൊണ്ടിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് ഗോകു വരുമെന്ന് കൺഫേം ആയതിനു ശേഷമാണ് ഞാൻ പ്രസവിക്കാൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയത്. ഞാൻ കുഞ്ഞിനെ കുറച്ച് ദിവസം വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കെന്തിനും പുള്ളിക്കാരൻ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെച്ച് താമസിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് 28 നൂലുകെട്ട് നടത്തേണ്ടതാണേ. ഓരോരോ ആചാരങ്ങൾ, ഓരോരോ ഇഷ്ടങ്ങൾ. അപ്പം സത്യത്തിൽ ചെയ്തുകൊണ്ടിട്ടാണ് കേട്ടോ കുഞ്ഞിനെ കാണിക്കാതെ നൂലുകെട്ട് കഴിയാത്തതുകൊണ്ടിട്ടാണ്. അത് പുള്ളിക്കാരൻ വരാത്തതുകൊണ്ടിട്ടാണ് നൂല് കെട്ടാണ്ടിരിക്കുന്നത്. വന്നിട്ടേ ഞാൻ കെട്ടു. ഇനി 56 വരാൻ പറ്റില്ല, ഞാൻ 90 കെട്ടു. അതിനും വരാൻ പറ്റില്ലെങ്കിൽ പേരിടൂല്ല. ഞാൻ പേരിട്ടു കേട്ടോ. കുഞ്ഞിന് പേരിട്ടു. ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത ടൈമിൽ പേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്പോർട്ട് എടുത്തപ്പോൾ പേര് വേണമല്ലോ. സോ പേരൊക്കെ ഇട്ടു. ചെവിയിൽ പേര് വിളിച്ചിട്ടില്ല. പ്രൂഫ് 2 ഇതുവരെ ആയി. ബർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ പാസ്പോർട്ടും ആയിട്ടുണ്ട്. പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ID ആണല്ലോ, ID പ്രൂഫ് ആണല്ലോ പാസ്പോർട്ട്. അതുവരെ ആയി. പക്ഷെ ഇതൊരു പേര് വിളിച്ചില്ല കുഞ്ഞിനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അതാണ്. നമ്മുടെ ടോപ്പിക്കേ വിട്ടുപോയി. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും പൊരിക്കാൻ പോവുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കത്തി അടിക്കാണ്. ഇങ്ങനെ പൊരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. സിമ്പിളാണ്, വേറെ കാര്യമൊന്നുമില്ല. എളുപ്പത്തിൽ ഞാൻ പൊരിക്കാറുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വർത്താനം പറയാൻ ആരെങ്കിലും ആവുമല്ലോ. ഞാനിത് ക്യാമറയിൽ നോക്കി കാര്യം പറഞ്ഞാലും എൻ്റെ കൂടെ ആരെങ്കിലും ഉള്ള പോലൊരു ഫീലിങ്സ് ആണ് കേട്ടോ എനിക്ക്. സോ അതാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ട് ഓണാക്കിയിട്ട് കാര്യം പറയാൻ വിചാരിച്ചു. ഇഷ്ടംപോലെ മുട്ട ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാശിക്കട്ടിന് ഞാൻ ഇടയ്ക്ക് വാട്ടി കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് പാല് പറയുമ്പോൾ മുട്ട കഴിക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നുണ്ട്. പക്ഷെ മുട്ടയുടെ കാര്യം എനിക്ക് അറിയാൻ വയ്യ. ഏത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ പാലുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. മുട്ടയുടെ കാര്യം എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാനത് മേടിച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് എന്നെ സർപ്രൈസ് ആക്കിയൊരു കാര്യം, എക്സ്പയറി ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മുട്ട വാങ്ങുമ്പോൾ എക്സ്പയറി കാണുന്നത്. കണ്ട, ഇത് ഡേറ്റ് ഓഫ് പാക്കിങ് 18/6/2025. എക്സ്പയറി കാണിച്ചേക്കുന്നത് 8/7/2025. അതായത് അടുത്ത മാസം വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മുകളിൽ സീൽ ചെയ്യും എക്സ്പയറി ഡേറ്റ്. ഇതിൻ്റെ അകത്ത് ഇത് ഫസ്റ്റ് ടൈമാണ്. നമ്മുടെ നാട്ടിൽ മുട്ട മേടിക്കുമ്പോൾ ഫസ്റ്റ് ടൈമാണ് മുട്ടക്കകത്ത് എക്സ്പയറി കാണുന്നത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്ക് ട്രേ ആയിട്ട് ഷോപ്പിംഗ് മാളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കാണുമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് ഞാൻ ബൗൾസ് എടുത്തിട്ട് വരട്ടെ. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അയ്യോ, കത്തി എടുത്തിട്ടുണ്ട്. ആദ്യമേ സവോള ക്ലീൻ ചെയ്യട്ടെ. ഞാൻ കുക്കിങ്ങൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്താൽ ശരിയാവത്തില്ലെന്നാണ് വീട്ടിൽ പറയുന്നത്. വീട്ടിലെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും.
എൻ്റെ അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ എന്തോ 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 മുട്ടയോ ഡെയിലി ഒരെണ്ണ കഴിക്കാം. ഇന്ന് നീ 2 എണ്ണമായി. രാവിലെ ഞാൻ ഒരു മുട്ട കൊടുത്തു. ഇപ്പം ഞാൻ മുട്ട എടുക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരന് വേണമെന്ന്. കാശി കൈയൊക്കെ മുറിയുമ്പോ എന്തോ മക്കൾ അവിടെ പോയിരുന്ന കാർട്ടൂൺ കണ്ടാണ്. കുഞ്ഞിന്റെ ക്യാരറ്റ് എന്തേ? ക്യാരറ്റ് എന്തേ? ഞാൻ കുക്ക് ചെയ്യും. പക്ഷേ വീട്ടില് വല്യമ്മച്ച് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും കൈകടത്താൻ പറ്റില്ല. എനിക്കത്ര സൗകര്യമായില്ല. പക്ഷെ ഗോകുലിനെ പിടിച്ചിട്ടുമ്പോൾ ഞാനാട്ടോ ചെയ്യുന്നത്. ഗോകുലിൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്നതൊന്നും കൊള്ളില്ല. അമ്മ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവിടുത്തെ രീതി വേറെയാണ്, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഗോകുലിൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന വേറൊരു ടേസ്റ്റാണ്. നമുക്ക് എരിവിച്ച് തോര വേണം. അവർക്ക് എരിവ് പാടേ ഇല്ല. ഗോകുലിന് എരിവ് പറ്റത്തേ ഇല്ലായിരുന്നു. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് എരിവ് കൂട്ടുന്നുണ്ട്. വിവരം അറിയാതെ കൊണ്ടുവരും. ഇപ്പൊ ഒരു സൈലം കേൾക്കാം. ഞാനല്ല അവൻ എടുത്തോണ്ട് പോയത്. ഞാനല്ല അവൻ എടുത്തിട്ട് പോയതാ. ഞാൻ വാങ്ങിക്കോളാം. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, ഗോപു എരിവ് കൂട്ടുകയില്ല. പക്ഷെ ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല എരിവ് വേണം. അവിടുത്തെ അമ്മ അതുകൊണ്ടിട്ട് പറയും, മോളുടെ ഇഷ്ടത്തിന് അമ്മ എല്ലാം അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. നീ നിന്റെ ഇഷ്ടത്തിന് നീയൊന്നും വിളിക്കത്തില്ല കേട്ടോ. ദേവുന്നെ വിളിക്കും, പേരെ വിളിക്കുള്ളൂ. മോളൊന്നും വിളിക്കില്ല, ദേവു തന്നെ വിളിക്കാറ്. അപ്പം ദേവുവിൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയും. ഭയങ്കര പാവമാണ് ഗോവിൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഞാൻ അങ്ങനെ കുക്കൊന്നും ചെയ്യാറില്ല. വീട്ടിൽ വല്യമ്മച്ചുണ്ട്, ചേട്ടത്തിണ്ട്, ചേട്ടൻ്റെ വൈഫ്. ചേച്ചി ഉണ്ടാക്കുന്നതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പൊമ്മോളം ഉണ്ടാക്കുന്നത് ഇപ്പം വലിയ സെറ്റാവില്ല. ചേച്ചി കറികളൊക്കെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം പൊമ്മോളമ്മയുടെ കറിക്കാൻ കൂടുതൽ ടേസ്റ്റ് ചേച്ചിയുടെ കറിക്കാൻ തോന്നാറുണ്ട്. പൊമ്മോളമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചാണ് കേട്ടോ, അമ്മയുടെ ചേച്ചി. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അവരൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി പറയും. നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഞാൻ കയറി ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാതെയൊന്നുമില്ല, എല്ലാം അറിയാം. ഇനിയിപ്പം ഗോകുലിൻ്റെ കൂടെ പോയതിനു ശേഷം ഞങ്ങൾ തനിച്ചൊക്കെ ആവുമ്പോഴുള്ള ടൈമിൽ കുക്ക് സ്വന്തമായിട്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഇവരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യണമല്ലോ. ഇന്നിപ്പോൾ ആരും ഇല്ല കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. ഉച്ചയ്ക്കത്തെ ഫുഡ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കല്യാണമൊക്കെ അല്ലേ, അപ്പം ഞാനും ദേവി അമ്മമ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് വെക്കാനും എടുക്കാനും നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി മുട്ട ഉണ്ടാക്കി കഴിക്കാമെന്ന് ചോദിച്ചു. രാവിലെ എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. വിശപ്പൊന്നുമില്ല, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ചെറിയ ചെറിയ ക്രേവിങ്സ് വരുമല്ലോ, അങ്ങനെ ഒരു ക്രേവിങ് വന്നപ്പോൾ കഴിക്കാൻ തോന്നിയതാണ്. സവോളയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് സവോളയൊക്കെ തോനെ വേണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാറില്ല, ഡബിൾ സൈഡ് ചെയ്യാറില്ല, 1 സൈഡാണ് ചെയ്യാറുള്ളത്. ഐ മീൻ ഒരു സൈഡ് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, ഒരു സൈഡ് കുക്ക് ചെയ്യില്ല. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. ബുൾസൈ ഇഷ്ടമാണ്, ഈ ഓംലെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇഷ്ടമാണ്. നമ്മൾ വറ്റൽമുളകാട്ടോ എടുത്തത്. പച്ചമുളകിനൊക്കെ എനിക്കിഷ്ടം വറ്റൽമുളകാണ്. ഞാൻ ഇത് കളയത്തില്ല, കഴിക്കും. കറിയിലൊക്കെ ഇടുന്ന മുളകൊന്നും ഞാൻ കളയത്തില്ല, ഞാൻ കഴിക്കും. കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. നിങ്ങൾക്കിത് ഞാൻ റെസിപ്പി പറഞ്ഞു തരുമൊന്നുമല്ല, പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർത്താനം പറയാമല്ലോ, അതുകൊണ്ടിട്ടാണ്. ഞാൻ ഇന്നലെ ഒരു ഗീവ് അവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ആരും ഒന്നും പറഞ്ഞു. ഞാൻ അതിൻ്റെ കാര്യം കൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല. ആക്ച്വലി
കഴിഞ്ഞ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു എന്താ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് റൈറ്റ് സ്റ്റുഡിയോക്കകത്താണെന്ന് തോന്നുന്നു ഈ കമൻറ്റിൻ്റെ കറക്റ്റ് കൗണ്ട് എടുക്കുന്നത്. ഫുള്ള് നോക്കിയപ്പോൾ സുബിത എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് വന്നത്. പക്ഷേ കഴിഞ്ഞ മാസത്തെ നോക്കിയപ്പോൾ നമുക്ക് 1 മന്ത് നോക്കിയിട്ട് ഗിഫ്റ്റ് അയക്കാം, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താ ഈ കഴിഞ്ഞ മാസത്തത് വന്നത് വേറൊരു പേരാണ്, ഷഫ്നാന്നോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടീൻ്റെ പേര്. സ്ഥിരം എനിക്ക് കമൻറ്റ് ഇടാനുള്ളൊരു കുട്ടിയാണ്. എന്തോ മാമേ ഇതാ വരുന്നത്. അമ്മമ്മയുടെ കയ്യിലിരിക്കുക കുഞ്ഞു ബേബി. കാശുബേബി എന്നിട്ട് അമ്മമ്മ ശല്യം ചെയ്യുന്നതാ. ഇപ്പോൾ വരാം. കാശുകുഞ്ഞിന് ഓരോ കുരുത്തക്കേടുകൾ. അവനെ മാറ്റി കുഞ്ഞു ബേബി ഇതിനിടയ്ക്ക് കരച്ചിലായിരുന്നു. കരച്ചിലല്ല, പാൽ കുടിക്കാൻ തോന്നിയില്ല. അപ്പം അവർക്കുള്ള പാലും കൊടുത്തു. ഇനി നമ്മൾ അതിന് ശ്രദ്ധയുണ്ടല്ല, സവോള കുനുകുനാന്ന് എഴുതിയിട്ടുണ്ട്, കുനുകുനാന്നും മുളക് എഴുതിയിട്ടുണ്ട്. ഗോപു വിളിച്ചില്ല. സാധാരണ ഈ സമയത്ത് ആകുമ്പോഴത്തേനും വിളിക്കാനുള്ളതാണ്. ആള് ഭയങ്കര തിരക്കായി. ഇപ്പം നാട്ടിലേക്ക് വരാനുള്ളതിന് ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന വേണ്ടിയിട്ട് ഭയങ്കര ബിസിയാണ്. ഇവിടെ മുട്ടത്തോട് അടുപ്പിലിടരുതെന്ന് പറയും, ദോഷമാണെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഓരോന്നെടുക്കുമ്പോഴും ഓരോരോ ആചാരങ്ങളും ഓരോരോ വിശ്വാസങ്ങളും ഒക്കെയാണ് ഇവിടെ പറയല്. മുട്ട, ഉള്ളി, ഉപ്പ് ഇത്രയും മതി കേട്ടോ എൻ്റെ ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിടാനായിട്ട് വലിയ വശമില്ല. ഒന്നെങ്കിൽ ഞാനിട്ടാ കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അത് ഇപ്പോൾ കറി വെച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. സൈഡിൽ വെച്ച് കാശൊന്നും പിടിച്ചു. എന്തോ വരുന്നുണ്ട്. എങ്ങനെ കുരുത്തക്കൾ ഒപ്പിക്കാമെന്ന് ആലോചിച്ചാണ് ഒക്കെ നടക്കും. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചേ ഭയങ്കര ഇതൊക്കെയാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് മുട്ട വരിങ്ങനായിട്ട് ഇത്രയും ടൈമൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് പൊരിച്ചിട്ട് മാറാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുന്നതിനാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണെന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുട്ട ഇളക്കാനായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, സ്പൂണിനേക്കായി നല്ലത് ഈ ഫോക്കാണ്. ബിരിയാണിക്ക് പറഞ്ഞിട്ടുണ്ട്, ബിരിയാണി പോയി അപ്പോഴത്തേനും എൻ്റെ വയറെന്ന് അറിയും. അപ്പോൾ പഠിച്ചിട്ട് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറയുന്നത്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാനിന്ന് വർത്താനം പറയുന്നുള്ളൂ. വീഡിയോ ഞാൻ കാണണമെന്ന് ആരും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. പുതിയ പാനാ അടുത്തെടുക്കാൻ പോകുന്നുണ്ട്. എൻ്റെ ഫോണ് കാശിന് കിച്ചണിൽ കയറ്റാൻ കൊള്ളത്തില്ല. കിച്ചണിൽ കയറ്റി ഓരോ തരം വാരിയെടുത്ത് അവിടെ കളഞ്ഞ് ഇവിടെ കളഞ്ഞ് നല്ല നല്ല കളികളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുപോ. ചെറുതായിട്ട് ഇപ്പം ഇച്ചിരി കുരുത്തക്കേട് കൂടിയിട്ടുണ്ട്. മുന്നേ കാശ് ഭയങ്കര പാവമായിരുന്നു. ബേബി വന്നതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വികൃതിത്തരം കൂടിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാ. ബേബിനെ എടുക്കുന്നതിന് വെക്കുന്നതിനൊന്നും അതിന് പ്രശ്നമൊന്നുമില്ല. ചിലർ പറയാറുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്ന കാണുമ്പോഴത്തേന് ദേഷ്യം വരുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ബേബിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അയ്യോ അമ്മമ്മ വിളിക്കുന്നു.
അമ്മമ്മ കൊണ്ടോ മോന്റെ ക്യാരറ്റ്. അയ്യോ മോന്റെ ക്യാരറ്റ് എന്തിയേ? ഇവിടെ ഒന്നിനും പറ്റാത്ത അവസ്ഥ. അമ്മാമ്മ കൊണ്ട് കഥ കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ കരച്ചിൽ നടക്കുന്നുണ്ട്. ഇനി ഇതിനെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഈ സൈഡിലൊക്കെ ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവെക്കുക. ഇത്രയേ ഉള്ളൂ പണി. അയ്യോ എൻ്റെ പൊന്നോ, ഒന്നും പറയേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് വ്ലോഗൊന്നും അല്ല. ഞാൻ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ചുമ്മാ വർത്താനം പറയാമെന്ന് വിചാരിച്ചു. കിച്ചണിൽ കയറുമ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ ആലോചിക്കുന്നു, മുന്നത്തെ കാര്യങ്ങളൊക്കെ. സോ അപ്പം വർത്താനം പറയാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഇതേന്ന് പറഞ്ഞുകൊണ്ടിട്ട് കണ്ട് ടൈം കളയേണ്ട കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. പിന്നെന്താ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അതിപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, അങ്ങനെയൊന്നും കാട്ടിക്കൂട്ടാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ എന്താണോ എനിക്ക് അങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ ഓരോ ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, ഞങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക്. അത് ആരായിരുന്നു, നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അജ്മൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് ഒരു ചലഞ്ചൊക്കെ ചെയ്ത്. അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വെറുപ്പിക്കലായി പോകും. നമ്മൾ സ്ഥിരം എല്ലാവരും ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓരോരോ കണ്ടൻറ്റൊക്കെ ഞാൻ മൈൻഡിലൊക്കെ കണ്ടു വെക്കും, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് നടന്നു പോകില്ല. ഞാൻ എന്താണോ എനിക്ക് അങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടം. പിന്നെ ആർക്കും എനിക്ക് മെസ്സേജ്, ഞാൻ ഇന്നലെ കമൻറ്റിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫൈലിൽ നമ്പർ ഉണ്ടെന്ന്, അതെടുത്തിട്ടായിരിക്കണം എന്ന് എനിക്ക് 2 മെസ്സേജ് വന്നിട്ടുണ്ട്. ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഹായ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്നുള്ളൂ. റിപ്ലൈ കൊടുത്തിട്ട് അവർ കണ്ടു കാണത്തില്ല. അവർ അയച്ച ടൈമിൽ ഞാൻ ബിസി ആയിരുന്നു, ഞാൻ റിപ്ലൈ കൊടുത്ത ടൈമിൽ അവർ ബിസി ആയിരിക്കും. ഞാൻ കാണിച്ചു തരാമേ. എല്ലാവരും കാണാൻ മുട്ട വരുന്നത്ര കാണാനുണ്ടാവില്ലേ. ഇതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇരിക്കും. എനിക്കിതാണ് ഇഷ്ടം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് അധികം അങ്ങോട്ട് വേഗുന്നത് എനിക്കിഷ്ടമില്ല. കുഞ്ഞു ബേബി അവിടെ അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാൻ ഇതിനകത്തൊന്നും ഇല്ല, അതുകൊണ്ട് ലൈക്ക് ഷെയർ ഒന്നും വേണ്ട. അപ്പോൾ ശരി, ഞാനിത് പോയി കഴിക്കട്ടെ. ടാറ്റാ.